أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا من يرتد منكم عن دينه فسوف يأتي الله بقوم يحبهم ويحبونه أذلة على المؤمنين أعزة على الكافرين يجاهدون في سبيل الله ولا يخافون لومة لائم ذلك فضل الله يؤتيه من يشاء വല്ലാഹു വാസിഉൻ അലീം. ഹേ വിശ്വസിച്ചവരെ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും തൻ്റെ മതം വിട്ട് മടങ്ങിക്കളയുന്ന, മതഭ്രംശം സ്വീകരിക്കുന്ന പക്ഷം അപ്പോൾ അവൻ അറിഞ്ഞിരിക്കട്ടെ, വഴിയെ അള്ളാഹു ഒരു ജനതയെ കൊണ്ടുവരും. അവൻ അവരെ സ്നേഹിക്കും, അവർ അവനെയും സ്നേഹിക്കും. സത്യവിശ്വാസികളോട് എളിയവരും വിനയമുള്ളവരും അവിശ്വാസികളോട് പ്രതാപശാലികളും ഗൗരവമുള്ളവരും ആയുള്ളവർ. അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യും. ഒരാക്ഷേപക്കാരൻ്റെ ആക്ഷേപവും അവർ ഭയപ്പെടുകയുമില്ല. ഇങ്ങനെയുള്ള ഒരു ജനതയെ കൊണ്ടുവരും. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമത്രേ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതവൻ നൽകുന്നു. അള്ളാഹു വിശാലനും സർവജ്ഞനുമാകുന്നു. വാക്കർത്ഥം: യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, മൻ യർതദ്ദ, ആരെങ്കിലും മടങ്ങിക്കളഞ്ഞാൽ, ഭ്രഷ്ടായി പോകുന്ന പക്ഷം, മിൻകും, നിങ്ങളിൽ നിന്ന്, അൻ ദീനിഹി, തൻ്റെ മതത്തെ വിട്ട്, ഫസൗഫ, എന്നാൽ അപ്പോൾ വഴിയെ, യഅ്തില്ലാഹ്, അല്ലാഹു വരും, ബിഖൗമിൻ, ഒരു ജനതയെക്കൊണ്ട്, യുഹിബ്ബുഹും, അവൻ അവരെ സ്നേഹിക്കും, വയുഹിബ്ബൂനഹു, അവർ അവനെയും സ്നേഹിക്കും, അദില്ലത്തിൻ, എളിയവരായ, അലൽ മുഅ്മിനീന, സത്യവിശ്വാസികളോട്, അഇസ്സത്തിൻ, പ്രതാപവാന്മാരായ, ഗൗരവമുള്ളവർ, അലൽ കാഫിരീൻ, അവിശ്വാസികളോട്, യുജാഹിദൂൻ, അവർ സമരം ചെയ്യും, ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, വലാ യഖാഫൂന, അവർ ഭയപ്പെടുകയില്ല, ലൗമത, ആക്ഷേപം, ആരോപണം, ലായിമിൻ, ഒരാക്ഷേപക്കാരൻ്റെയും, ദാലിക, അത്, ഫദ്ലുല്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം, ദയവ്, ഔദാര്യം ആകുന്നു. യുഅ്തീഹി, അവൻ അത് നൽകും, മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, വല്ലാഹു വാസിഉൻ, അള്ളാഹു വിശാലനാണ്, അലീമുൻ, സർവജ്ഞനാണ്. സത്യവിശ്വാസികൾ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ മിത്രങ്ങളും ബന്ധുക്കളുമാക്കി വെക്കരുതെന്നും മുസ്ലിങ്ങളുമായി സ്നേഹബന്ധവും കൂട്ടുകെട്ടും പുലർത്തിപ്പോരുന്ന കപടവിശ്വാസികൾ അവസാനം വഷളായിത്തീരുമെന്നും കഴിഞ്ഞ വചനങ്ങളിൽ പ്രസ്താവിച്ചു. എന്നാൽ വല്ലവരും സത്യവിശ്വാസം സ്വീകരിച്ച് മുസ്ലിമായ ശേഷം ഇസ്ലാമിനെ ഉപേക്ഷിച്ച് കുഫറിലേക്ക് തന്നെ മാറിപ്പോകുന്നുവെന്ന് വെക്കുക. എന്നാലും അതുകൊണ്ട് അള്ളാഹുവിനോ അവൻ്റെ മതത്തിനോ യാതൊരു ദോഷവും ഭവിക്കുവാനില്ലെന്നും അവർക്ക് പകരം അവരെക്കാൾ നല്ലതായ മറ്റൊരു കൂട്ടരെ അള്ളാഹു തൽസ്ഥാനത്ത് കൊണ്ടുവരുമെന്നും ഈ വചനത്തിൽ അള്ളാഹു ഉറപ്പിച്ചു പറയുന്നു. ഈ കാര്യം 47, 38 മുതലായ സ്ഥലങ്ങളിലും അള്ളാഹു പ്രസ്താവിച്ച് കാണാവുന്നതാണ്. പുതുതായി അള്ളാഹു രംഗത്ത് കൊണ്ടുവരുന്നവരുടെ സവിശേഷതകൾ എന്തായിരിക്കുമെന്നുകൂടി അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു. 1. അള്ളാഹു അവരെ സ്നേഹിക്കുന്നതാകുന്നു. അവൻ്റെ സഹായവും അനുഗ്രഹങ്ങളും അവർക്കുണ്ടായിക്കൊണ്ടിരിക്കും. 2. അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരായിരിക്കും, അഥവാ അവനെ അവർ പരിപൂർണമായി അനുസരിക്കുകയും അവൻ്റെ പ്രീതിക്കു വേണ്ടി നിഷ്കളങ്കമായി പ്രവർത്തിക്കുകയും ചെയ്യും. 3. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ എളിയവരും വിനീതന്മാരുമായിരിക്കും, പരസ്പരം സ്നേഹവാത്സല്യത്തോടും സഹായ സഹകരണത്തോടും ഗുണകാംക്ഷയോടും കൂടി വർത്തിക്കും. 4. അതേ സമയത്ത് അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഗൗരവമേറിയവരും പ്രതാപശാലികളുമായിരിക്കുകയും ചെയ്യും. ശത്രുക്കളുടെ മുമ്പിൽ തലകുനിക്കുകയോ ദൗർബല്യം നടിക്കുകയോ സത്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുകയോ ചെയ്യാതെ അവർ സധീരം ഉറച്ചു നിൽക്കും. അഥവാ സൂറത്തുൽ ഫത്ഹിൽ പറഞ്ഞതുപോലെ, അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും, അവിശ്വാസികളോട് കഠിനന്മാരും തമ്മിൽ ദയാലുക്കളും
ആയിരിക്കും. 5. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ സമരം ചെയ്തുകൊണ്ടിരിക്കും. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നന്മയ്ക്കു വേണ്ടി ദേഹനഷ്ടമോ ധനനഷ്ടമോ ഒന്നും അവർ വകവെക്കുകയില്ല. 6. ആരുടെ ആക്ഷേപവും അവർക്ക് ഭയമില്ല. സത്യത്തിനെതിരിൽ ശക്തന്റെ ശക്തിക്കോ അധികാരസ്ഥന്റെ അധികാരത്തിനോ അക്രമിയുടെ അക്രമത്തിനോ അവർ വില കൽപ്പിക്കുകയില്ല. അള്ളാഹുവിൻ്റെ ആക്ഷേപം മാത്രമേ അവർ ഭയപ്പെടുകയുള്ളൂ. ഇസ്ലാമിൽ വന്ന ശേഷം പരസ്യമായി അതിനെ ഉപേക്ഷിച്ച് സത്യവിശ്വാസികളിൽ ഏതെങ്കിലും ഒരു കൂട്ടർ കുഫറിലേക്ക് തിരിച്ചു പോകുമെന്നോ ഇല്ലെന്നോ അള്ളാഹു പ്രസ്താവിച്ചിട്ടില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവരെക്കാൾ ഉത്തമമായ മറ്റൊരു കൂട്ടരെ പകരം കൊണ്ടുവരുമെന്നത്രേ പറഞ്ഞത്. വാസ്തവത്തിൽ ഇസ്ലാമിൻ്റെ കഴിഞ്ഞകാല ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചതായും ആ വിടവുകൾ അള്ളാഹു ഓരോ പ്രകാരത്തിൽ നികത്തിയിട്ടുള്ളതായും ഇസ്ലാമിനെ പൂർവാധികം ശക്തിപ്പെടുത്തിയതായും കാണുവാൻ കഴിയും. പല മഹാന്മാരും ഒന്നിലധികം ഉദാഹരണങ്ങൾ ഇതിന് എടുത്തു കാണിക്കാറുമുണ്ട്. അവയിൽ പല നിലക്കും പ്രാധാന്യമർഹിക്കുന്ന സംഭവം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്തുണ്ടായത് തന്നെയാകുന്നു. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഗതി പ്രാപിക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന മുസ്ലിം നാടുകളുടെയും ജനസംഖ്യയുടെയും ഭൂരിഭാഗവും മദീന പരിസരങ്ങളിലുള്ളവരും മക്കയിൽ ഖുറൈശികളും ത്വായിഫിൽ സഖീഫ് ഗോത്രവും ഒഴിച്ച് മറ്റെല്ലാവരും തന്നെ എന്ന് പറയാം ഇസ്ലാമിൽ നിന്ന് പിന്മാറിക്കളഞ്ഞ സംഭവം പ്രസിദ്ധമാണല്ലോ. അവരോട് ഏറ്റുമുട്ടുന്ന വിഷയത്തിൽ ധീരപുരുഷനായ ഉമർ റളിയല്ലാഹു അൻഹു അടക്കം എല്ലാവരും ആദ്യം എതിരഭിപ്രായക്കാരായിരുന്നു. എന്നിട്ട് പോലും പർവ്വത സമാനം അചഞ്ചലനായി ഉറച്ചുനിന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തിന് വഴങ്ങിക്കൊണ്ട് സത്യവിശ്വാസികൾ അതിനെ നേരിട്ടു. ചരിത്രപ്രസിദ്ധമായ പല സംഘട്ടനങ്ങൾക്ക് ശേഷം മടങ്ങിപ്പോയവർ ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വരിക മാത്രമല്ല, ഇസ്ലാമിൻ്റെ ശക്തി പൂർവാധികം വർദ്ധിക്കുകയും മുസ്ലിങ്ങൾ കൂടുതൽ കെട്ടുറപ്പും ബലവും ആർജിക്കുകയുമുണ്ടായി. അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് കാലത്തും അനന്തരം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്തും മുസ്ലിങ്ങളിൽ പ്രകടമായിരുന്ന സ്വഭാവ വൈശിഷ്ട്യവും അവരുടെ മനോവീര്യവും പരിശോധിച്ചാൽ ഇത് അവതരിപ്പിച്ചതിൻ്റെ അടുത്ത കാലത്ത് തന്നെ സംഭവിക്കാനിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള പ്രവചനം കൂടിയാണ് ഈ വചനമെന്ന് പറയാവുന്നതാണ്. അല്ലാഹു അഅലം.